നടു റോഡിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ സാറിനെ തല്ലിയത്. ഇത് കംപ്ലൈന്റ് ചെയ്ത് എന്നെ കോടതിയിൽ കയറ്റാനാണ് ഭാവമെങ്കിൽ സാറിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിച്ച് കൊക്കയിലെറിയും. അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ ചെലവായാലും ശരി, ഞാനത് ചെയ്യും. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാരോടെങ്കിലും പറഞ്ഞാലും ഇത് തന്നെ സംഭവിക്കും. പറ, കംപ്ലൈന്റ് ഉണ്ടോ? ഇല്ല. സത്യമായിട്ട്? സത്യം. ഇല്ലല്ലോ. പിന്നെ മാറ്റല്ലേ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യ്, ഇത് വെച്ചോ, കുശാലായിട്ടൊന്നും മിനുങ്ങ. എസ്ഐ കണ്ട് പറയണം, ഞാൻ ഇനി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് വെച്ചോ, പറട്ടെ. സാർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി. ഇതുവരെ ഒരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല സാർ. അതിനുവേണ്ടി ഒരു വഴിപാട് നടത്താനാ. ഈ കുട്ടികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന നല്ലത്. ബേഡനാ അതൊക്കെ. താൻ പെണ്ണ് കെട്ടിയത് അബദ്ധമാണ്. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കൂ. പിന്നെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ കൂടെ കഴിയുക എന്നുള്ളതൊക്കെ റിയലി ഇൻട്രസ്റ്റിംഗ്. അതിന് വേണ്ടാത്ത റെസ്പോൺസിബിലിറ്റി മുഴുവൻ വലിച്ച് തലയെ കെട്ടണം. അപ്പോ ഞാൻ എന്ത് ചെയ്യണം സാർ? ഡൈവേഴ്സ് ചെയ്യണം. നല്ലൊരു അഡ്വക്കേറ്റിനെ ഞാൻ വേണമെങ്കിൽ ഏർപ്പാട് ചെയ്തുതരാം. അയ്യോ, അതല്ല സാർ, എന്റെ ലീവിന്റെ കാര്യം. അതൊക്കെ അങ്കിളിന്റെ അടുത്ത് പറയുക, വാങ്ങുക. എനിക്ക് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും പറ്റില്ല. അഡ്മിനിസ്ട്രേഷന്റെ മാത്രമല്ല, ലൈഫിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും വയ്യ. താൻ കഴിക്കണോ?